ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മീ ആയിട്ടാണ്. നമുക്ക് അതിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇതാണ് മേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഡെസ്കിൻ്റെ കോലം. ഞാൻ എല്ലാം സെറ്റാക്കി അടുക്കി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞി സീക്രട്ട് ബേസ്. ഇതിൻ്റെ അടിയിലേക്കാണ്. അപ്പം നമുക്ക് ആ സീക്രട്ട് ബേസിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റമും അതും ഇതും എല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി റെഡി ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ജേർണൽ സെറ്റാണ്. ഇത് ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ് ബുക്കും പിന്നെ പഴയതോ ടെക്സ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമുക്ക് മെയിൻ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ അണ്ണൻ മിന്നും പാണ്ഡേയും. അപ്പം നമ്മുടെ അണ്ണൻ ഇങ്ങനെ മാത്രമല്ല ചെയ്യുന്നത്, അണ്ണൻ കത്തുകയും ചെയ്യും. തീയിട്ട് കത്തുന്ന അരിയല്ല കേട്ടോ, ലൈറ്റ് കത്തിക്കുന്ന അരിയാണ്. അപ്പോൾ നമുക്ക് അണ്ണനെ ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ അണ്ണനെ കത്തിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ണൻ ഒരു കളറിൽ മാത്രമല്ല ഇരിക്കാറ്, തലയ്ക്കൊരു തട്ട് കൊടുത്ത് അടുത്ത കളറിലേക്ക് മാറും. പിന്നെയും തട്ടുമ്പോൾ അടുത്ത കളർ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളർ, പർപ്പിൾ. വേറൊരു സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടെണ്ണ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇത് അണ്ണൻ അടിക്കാതെ തന്നെ കളർ മാറാൻ തുടങ്ങും. ഇതാണ് അണ്ണൻ്റെ സ്പെഷ്യലാലിറ്റി. ഓക്കെ, അപ്പം അണ്ണനെ പറ്റി പറഞ്ഞ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പം അണ്ണനെ ഓഫാക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പം സെറ്റ്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് അപ്പുറത്തെ സൈഡ് എന്ന് പറയാൻ. ഇവിടെ ഒരു കുഞ്ഞു വിൻഡോ സ്പേസ് ഉണ്ട്, പക്ഷെ ജനൽ തുറന്നിട്ടാലേ വെട്ടം കയറത്തുള്ളൂ. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ എത്ര രൂപ ഇടുന്നു എന്ന് എഴുതി വെക്കണം. പിന്നെ എൻ്റെ ദരിദ്രം കാരണം 20 രൂപ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു. അത് മുട്ടായി മേടിക്കാൻ ഞാൻ തന്നെ അടിക്കുടി ഇങ്ങനെ കൈയിട്ടാൽ നമുക്ക് കെട്ടിയെടുക്കാം. അങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ പോയി. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് പൊക്കത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, എനിക്ക് നാളെ ജോഗ്രഫിയാണ് പരീക്ഷ. അപ്പോൾ നമുക്ക് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാം. ഞാൻ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട്. പിന്നെ പഠിക്കാനുള്ള ടിപ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഗൈസ്, കേസസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെടുത്ത് തിരിച്ചകത്തേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്കിതിന് മടക്കി വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ഇതെല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് തീർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.